അകത്തേക്ക് പോകാൻ പറ്റുകയെന്നല്ലേ പറഞ്ഞു? അയ്യോ, എന്നെ അകത്തേക്ക് വിട്ടാ എന്റെ നേർഭങ്ങളൊന്നും പറയില്ല. ചെന്ന് ചൊല്ലി അമ്പുവാങ്ങളാ നേർഭങ്ങളെ കാണാൻ കോട്ടവാതുകളിൽ കാത്തു നിൽക്കുമെന്ന്. ഇവിടെ ആങ്ങളായാലും അച്ഛനായാലും അന്യവരായാലും എല്ലാം സമമാ. ആന്തല ആരായാലും ശരി, ഈ അതിർത്തി കടന്നാൽ ആ ബലിക്കല്ലേല് തല വെച്ച് വെട്ടിക്കൊന്നോളും. എന്റെ അമ്മമാരെ, ഇത് കണ്ടോ? ഞാൻ എത്ര പാട് കഴിച്ചാണ് ഇത് പറിച്ചുകൊണ്ട് വന്നത്. എന്റെ പെങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവാണിത്. നീ ഇവിടെ നില്ലേ, ഞാൻ ചെന്ന് ചോദിക്കട്ടെ. ആങ്ങളയല്ലേ, വല്ല അലിവും തോന്നിയാ നിന്റെ ഭാഗ്യം. കൊല്ലാങ്ങളെന്റെ ആ മുഖവും ആ സങ്കടത്തിനുള്ള വർത്തമാനം കേട്ടപ്പോൾ ഇവിടെ വന്നൊന്ന് ചോദിക്കാമെന്ന് കരുതി. എന്റെ അമ്പൂര മനസ്സ് നീറുന്നത് എനിക്കറിയാം. അതിനേക്കാൾ ഉരുകുന്നത് എന്റെ ഉള്ളാണ്. പക്ഷേ വേണ്ട, ഒരാൾ തലയും എനിക്ക് കാണണ്ട. അവനെ കാണാൻ കഴിയില്ലെന്ന് പറയും. അവനകത്ത് വിട്ടാൽ ശിക്ഷ നിങ്ങൾക്കാണ്. പോകും പോകും പോകും. എന്റെ പെങ്ങളെ ഉടനെ കൊണ്ടുപോയാലും പറഞ്ഞ ഇല്ല. ഇല്ലേ, എന്റെ പെങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ഈ പൂ എന്റെ പെങ്ങളുടെ കയ്യിൽ ഒന്ന് കൊടുത്തേക്കൂ. ഞാൻ എന്റെ പെങ്ങളെ ദൂരെ നിന്നൊന്ന് കണ്ടോളാം. ഒന്ന് അനുവദിക്കില്ല. ഈ ചെറുക്കൻ ഞങ്ങളുടെ തല കൊയ്യിക്കഥ അടങ്ങില്ല. പോയി. അയ്യോ, എന്റെ അമ്മമാര് എന്നെ കൊല്ലല്ലേ. കല കണ്ട നമ്മുടെ കെട്ടോടുമാര് തന്നെ കുന്തവും പിടിച്ച് നടക്കുന്നത്. എന്റെ ഭാര്യ കാമാക്ഷി അവിടെ നിക്കണല്ല, നടക്കണ്. നീ നോക്കിക്കോ കാമാക്ഷി, നമ്മുടെ എല്ലാം കെട്ടിയവന്മാര് ഈ കോട്ടയുടെ മുന്നിൽ കടന്ന് കരഞ്ഞില്ലെങ്കിൽ ബല വേണ്ട. പിന്നെ ഇത്രയും നാളും പോട്ടെ എന്ന് കരുതി. പിന്നെ ഭർത്താവല്ല, ഏത് പുരുഷനായാലും ഈ അതിർത്തി കടന്നു വന്നാൽ തല അരിഞ്ഞു കളയാനാ പൊന്നിയമ്മയുടെ കൽപ്പന. അയ്യേ, നാണമില്ലാതെ പോകുന്നു. 2 ദിവസം പെണ്ണുങ്ങളില്ലാണ്ടായപ്പോ കരച്ചിലായി ഓട്ടമായി. പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ അതിർത്തിക്ക് ഇപ്പുറം കടന്നാൽ തല അരിഞ്ഞു കൽപ്പന. അറിയാമോ, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ മോങ്ങണ. നിങ്ങൾ വലിയ സുൽത്താനാണല്ലോ. 5-6 പെണ്ണുങ്ങളെ കൂടെ കെട്ടിക്കൊണ്ട് വരി. എന്റെ പൊന്നാര ബിവാത്തു, നീ നമ്മുടെ കൽബാണ്. നമ്മൾ നിങ്ങളെ കട്ടിലിരുത്തി വാഴിക്കാം. അറിയാതെ പോയ പല പൊറിക്ക് ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. കല്യാണവും കുഞ്ഞിന് ചോറൂട്ടുന്നത് വരെ ഞങ്ങൾ സ്വപ്നം കണ്ടവരാണ്. ഇതുപോലുള്ള വഞ്ചകന്മാരെ നശിപ്പിച്ചിട്ടേ നമുക്ക് മരിക്കാവൂ കുട്ടിയമ്മേ. പൊന്നമ്മേ, പൊന്നമ്മയ്ക്ക് കൂട്ട് ഞാനുണ്ട്. മോളെ, എന്റെ മോളെ, മോളെ, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇന്നോളം കേട്ട് കേൾവിയില്ലാത്ത ഈ വീരത്വം കാണിച്ച് നീ എങ്ങനെ ജീവിക്കാൻ പോന്നു? എവിടെ എന്റെ പൊന്നുമോൻ അമ്പു? അമ്മ ക്ഷമിക്കണം.
ഈ കോട്ടയിൽ ഇനി ഒരു പുരുഷന്റെയും കാൽപ്പാട് വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാവിലമ്മ കാത്ത് അമ്പുവിനെ കാവൽക്കാരികളുടെ വാളിനിരയാകാതെ ആരോ തട്ടിക്കൊണ്ടുപോയി. നിനക്ക് ഭ്രാന്താണോ? അതെ, മനസ്സ് മരുവിച്ചപ്പോൾ എനിക്ക് ഭ്രാന്തിളകി. അമ്മ ഇരിക്കും. ഇല്ലടി, അച്ഛനെ കോട്ടയ്ക്ക് പുറത്ത് നിർത്തിയിട്ട് നിന്റെ ഈ പോരും പടയും കണ്ടു നിൽക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ കാവിലമ്മേ, എന്റെ പൊന്നുമോനെ ഞാൻ ഇനി എവിടെ ചെന്ന് തേടും? പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഈ കുന്തം അകത്താവും. എന്തിനാ? എടാ പൊന്നിയമ്മോട് പറയാനുള്ള കാര്യം ഇവരോട് പറയാനോ? ഷീടാ, ഇതെന്താ ആനയും പേടിക്കണോ, ആന പിണ്ടത്തെയും പേടിക്കണോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ പൊന്നിയമ്മയ്ക്ക് തുണയ്ക്കായിട്ട് വന്നവരാണ്. ഒന്ന് മുഖം കാണിക്കണം. വരൂ. കുട്ടിയമ്മേ, കടത്ത നാട്ടിലെ ആണുങ്ങൾ ചിലപ്പം പടയ്ക്ക് പുറപ്പെട്ടേക്കാം. അതെ പുണ്യമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാവും. വരട്ടെ, ശക്തി ആർക്കാണെന്ന് നോക്കാം. പെൺമണിക്കോട്ടയിലെ വീരാംഗനയായ പൊന്നിയമ്മയെയും കുട്ടിയമ്മയെയും മുഖം കാണിക്കാനായിട്ട് പുലേനാർ നാട്ടിൽ നിന്നും വരികയാണ്. എടുത്തു. വന്നത് പെൺമണിക്കോട്ടയ്ക്ക് ചോര കൊടുത്ത് വളർത്താനോ അതോ കണ്ണീര് ചൊരിഞ്ഞ് തളർത്താനോ? ഉള്ളത് പറയണമല്ലോ. പേറും പുറപ്പും നടത്തി, മുളയൂട്ടും താരാട്ടും നടത്തി, ആണുങ്ങളുടെ ആട്ടും തുപ്പും കെട്ടും മതിയായി തമ്പുരാട്ടി. കൊള്ളാം, ഉശിരുള്ള പെണ്ണ്. പൊന്നു തമ്പുരാട്ടി, അടിയന്റെ മക്കളാണ് ഈ രണ്ട് പെൺകിടാങ്ങൾ. ഇവിടെ അടിയറ വയ്ക്കാൻ അടിയൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഇവളുടെ പേര് കണ്ണച്ചി, ഇവളുടെ പേര് അമ്പിച്ചി, അടിയന്റെ പേര് തങ്കച്ചി. പൊന്നു തമ്പുരാട്ടി, ഈ മുഖത്തോട്ടൊന്നും നോക്കണം. അടിയന്റെ തനി സ്വരൂപമല്ലേ. അഴകും ആവേശവുമുള്ള പെണ്ണുങ്ങൾ. പക്ഷെങ്കിൽ ഈ കോട്ടയിലെ മുറതെറ്റി നടന്നാലോ, ഏതെങ്കിലും ഒരു പുരുഷനെ പറ്റി മനസ്സാൽ വിചാരിച്ചാലോ വാളിനിരയാകും. ഈ അമ്മയാണ്, ഈ ചേച്ചിയാണ്, ഈ നിൽക്കുന്ന എന്റെ പൊന്നു ചേച്ചിയാണ്. ഒരു പുരുഷനെയും മനസ്സാവാത ഞാൻ ഓർക്കില്ല. ഇത് സത്യം. എന്റെ പ്രായത്തിന് ഇനി ഓർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. മക്കളെ പറഞ്ഞത് കേട്ടില്ല? സത്യം സത്യം സത്യം. ആരെവിടെ? വിളിച്ചോണ്ട് പോകും. പുറംനാട്ടിലുള്ള പെണ്ണുങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വരണുണ്ട് പൊന്നമ്മേ. അതാ ആ കാണുന്നതാണ് നമ്മുടെ ആയുധപുര. അതിനപ്പുറം കൂട്ടുപുര. അയ്യോ, കൂട്ടുവരെന്ന് കേട്ട മുൻമനകത്തോട്ട് കയറും. 10 പെറ്റ വയറല്ലേ. ഇവിടെ എന്താ കഥ പറ. അയ്യോ, അതിനകത്തൊരു പെണ്ണ് കിടക്കുന്നല്ലോ. അവളാണ് മദിരാശി. ഇവൾ മനസ്സുകൊണ്ടൊരു പുരുഷനെ പ്രേമിച്ചു. അയ്യോടെ പെണ്ണ് മനസ്സുകൊണ്ട് പുരുഷനെ പ്രേമിച്ചാൽ മറ്റുള്ളവർ എങ്ങനെ അറിയും? അതെ, പെണ്ണുറക്കത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ അയ്യോ, എന്റെ വർഷത്തിൽ വിളിച്ചു പറയല്ലേ, അവര് തല കൊയ്യും. ഇനി എല്ലാവരും കണ്ണടക്കി നടക്കി. നമ്മൾ എന്തിനാണ് ഈ കണ്ണടച്ചിട്ട് നടക്കുന്നത്? ആ തടവറയിൽ കിടക്കുന്ന മനുഷ്യനെ സ്ത്രീകൾ ആരും കണ്ടുകൂടാ. പൊന്നിയമ്മയ്ക്ക് പുടവ കൊടുത്തിട്ട് ഗുരുവെന്ന് ചൊല്ലി പിന്തിരിഞ്ഞ ദ്രോഹി ദുർഗാവാസൻ. അയ്യോ, നീ ഇവിടെ നിന്നാലേ പൊന്നിയമ്മ തലയർത്ത് കളയും. നടക്കും നടക്കും.